തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. നാടിനെ നടുക്കിയ മരണങ്ങൾ. പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ട വേദനയിലാണ് നാട്ടുകാർ. വ്യാഴാഴ്ച ഉച്ചവരെ ചെറുതുരുത്തിയിലെ സാറ ബേക്കറിയിൽ ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും കുശലാന്വേഷണം നടത്തിയ കബീറും കുടുംബവും നഷ്ടപ്പെട്ട വേദനയിലാണ് ഒരു നാട് മുഴുവൻ. കണ്ണീരോടെ 4 പേർക്കും വിട. നാടിനെ നടുക്കിയ 4 പേരുടെ മരണം വിശ്വസിക്കാൻ പറ്റാതെ ഇപ്പോഴും നാട്ടുകാർ. വ്യാഴാഴ്ച ഉച്ചവരെ ചെറുതുരുത്തി സറ ബേക്കറിയിൽ സാധനങ്ങൾ എടുത്തുകൊടുത്തും ആളുകളോട് തമാശ പറഞ്ഞും പിരിഞ്ഞ കബീർ ഭാരതപ്പുഴയിലെ വെള്ളത്തിൽപ്പെട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമേറെയാണ്. ചെറുതുരുത്തി സാറ ബേക്കറി ഉടമ ഓടക്കൽ വീട്ടിൽ 45 വയസ്സുള്ള കബീർ, ഭാര്യ 35 വയസ്സുള്ള ഷാഹിന, ഇവരുടെ മകൾ 10 വയസ്സുള്ള സാറ, ഭാര്യയുടെ അനുജത്തിയുടെ മകൻ 12 വയസ്സുള്ള സനു സയാൻ എന്നിവരാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ഭാരതപ്പുഴ കാണാനെത്തിയത്. കുട്ടികൾ വെള്ളത്തിലിറങ്ങിയതോടെ വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതായിരുന്നു ബാക്കിയുള്ളവർ. ഇവരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചെറുതുരുത്തി പുതുശ്ശേരിയിലുള്ള വീട്ടിലെത്തിച്ച് അവിടെ നിന്നും വെട്ടിക്കാട്രി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബീറിനെയും ഭാര്യയെയും മകളെയും മറവു ചെയ്യും. സഹോദരിയുടെ മകനെ ചേലക്കര മേപ്പാടം ഖബറിൽ മറവു ചെയ്യും. ആയിരക്കണക്കിന് ആളുകളാണ് പയങ്കുളം ശ്മശാനം കടവ് ഭാരതപ്പുഴയിലേക്ക് കുടുംബം ഒഴുക്കിൽപ്പെട്ടതറിഞ്ഞ് എത്തിച്ചേർന്നത്. അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കബീർ. ഇല്ലായ്മയിൽ നിന്നും പോരാടി സ്വന്തമായി 2-3 സ്ഥാപനങ്ങൾ ഈ അടുത്ത കാലത്താണ് ചെറുതുരുത്തിയിൽ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് പാവപ്പെട്ടവനെയും സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഭാരതപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഭാരതപ്പുഴയിൽ ഒഴുക്കിലകപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഭാരതപ്പുഴയെ പുറമേ നിന്നും നോക്കുമ്പോൾ വളരെ ശാന്തമായാണ് ഒഴുകുന്നത്. എങ്കിലും അടിയൊഴുക്കുകളും വലിയ ചുഴികളും ഗർത്തങ്ങളുമുള്ള പുഴയായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെയും അറിയാതെയും ജനങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് മൂലമാണ് പ്രധാനമായും അപകടത്തിന് കാരണമാകുന്നത്. ഈ അടുത്ത കാലത്തായി നിരവധി അപകടങ്ങളാണ് പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച ഒരു കുടുംബത്തിലെ 4 പേരെയാണ് പുഴ കൊണ്ടുപോയത്. പുഴയിൽ അഗാധമായ ചുഴികൾ മൂലം മരണം ഒളിഞ്ഞിരിക്കുന്നത് പുറമേ നിന്നും ആർക്കും മനസ്സിലാക്കാനാകുന്നില്ല. ആർക്കും മനസ്സിലാകില്ല എന്നതിനു പുറമെ രക്ഷാപ്രവർത്തനങ്ങളും നടത്താനുള്ള ബുദ്ധിമുട്ടും ഏറെയാണ്. പ്രദേശവാസികൾക്ക് തന്നെ പുഴയെ മനസ്സിലാക്കുവാൻ കഴിയാറില്ല. മുങ്ങൽ വിദഗ്ധരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ നാട്ടുകാരുടെ അറിവോടുകൂടിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാറുള്ളത്. ഏറെ മണൽത്തിട്ടകളുള്ള ഭാഗമായതിനാൽ ഇവിടെ എത്തുന്നവർ മണൽത്തിട്ടകൾ കണ്ട് വെള്ളം കുറവാണ് എന്ന ധാരണ മൂലമാണ് പുഴയിൽ സാധാരണ ഇറങ്ങാറുള്ളത്. ചുഴികളിൽ പെട്ടുകഴിഞ്ഞാൽ നീന്തൽ അറിയുന്നവർക്ക് വരെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നതാണ് ഭയാനകമായ ഒരു സത്യം. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് ഉടൻ സജ്ജമാക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വേണമെന്ന ആവശ്യം പ്രദേശവാസികളിൽ നിന്നും ഉയരുകയാണ്. പുറമെ ഒഴുക്കില്ല എങ്കിലും അടിയൊഴുക്കിൽപ്പെട്ടും അപകടങ്ങൾ സംഭവിക്കാം. 2 മാസങ്ങൾക്ക് മുൻപാണ് ഒരു യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. മരണത്തിന്റെ ഭീതിയോടെ മാത്രമാണ് ഇപ്പോൾ പുഴയെയും പുഴയോരവും പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് CCV.